Hi friends, welcome to my channel. ഇന്ന് നമുക്ക് നല്ലൊരു നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഇവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ച ബസ്മതി റൈസ് 2 കപ്പ്. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, ഒരു സവാള നൈസായി അരിഞ്ഞ് വറുത്തെടുത്തത്, പിന്നെ ഗ്രേപ്സ്, ഉണക്കമുന്തിരി, ഉപ്പ്, നാരങ്ങ നീര് ഒരു 2 ടേബിൾ സ്പൂൺ, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പുതിനയില അരിഞ്ഞത്. പിന്നെ മെയിൻ സാധനങ്ങളാണ് സ്പൈസസ്. അതായത് ഞാൻ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, പട്ട, ഏലക്ക ഒരു 4, കറിയാമ്പൂ ഒരു 4, കുറച്ച് ഒരു സ്പൂൺ പെരുംജീരകം, കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ, പിന്നെ സ്റ്റാർ ഒരെണ്ണം. പിന്നെ നമ്മൾ അരിയിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് നല്ല ചൂട് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ മെയിൻ സാധനം നമ്മുടെ നെയ്ച്ചോറ് നെയ്യ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യം നമുക്ക് നെയ്ച്ചോറിലേക്കുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കാം. ബേ ലീഫ്, കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം, കറിയാമ്പൂ, സ്റ്റാർ, പട്ട, ഏലക്ക, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഒരു 2 മിനിറ്റ് നെയ്യിലൊന്ന് ഇത് മിക്സ് ചെയ്യാം. അരി പൊട്ടി പോവാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തുള്ളത്. അപ്പൊ അതിലേക്ക് 4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതായത് കുക്കായി വരുമ്പോൾ അരി കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പൊ കുറച്ച് മുമ്പ് നിൽക്കണം, എന്നാലേ കുക്കായി വരുമ്പോൾ കറക്റ്റായി നിക്കുള്ളൂ. നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് മതി, നന്നായി ഇത് കുക്കായി വരും. നമുക്കന്ന് അത് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മളിതൊന്ന് നോക്കാം.
വെള്ളമെല്ലാം വറ്റി നമ്മുടെ റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഒരു കറക്റ്റ് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട് റൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കാണ്. കുറച്ച് പുതിനയില, വറുത്ത് വെച്ചിരിക്കുന്ന സവാള. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുത്ത സവാളയൊക്കെ നല്ല ഇഷ്ടമുള്ളവരാണെന്നുവെച്ചെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് സെറ്റ് ആവട്ടെ. നമ്മുടെ നെയ്ച്ചോറ് റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കഴിക്കാറാകുമ്പോൾ മിക്സ് ചെയ്താൽ മതി. നമ്മുടെ നെയ്ച്ചോറ് ഒരു 5 മിനിറ്റും കൂടി ഞാൻ ഈ എല്ലാ ഫ്രൈസൊക്കെ ഇട്ട് വെച്ചു. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ട് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാന്നുള്ളത് കണ്ടില്ലേ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.